ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ്. രചന ഷാന റിസ്വാൻ. അവതരണം ഷാവുൽ മറയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി. ഇന്റർവ്യൂ ആരംഭിച്ചു. ഓരോരുത്തരെ വിളിക്കുന്നതിനനുസരിച്ച് എന്റെ നെഞ്ചിരിപ്പ് ഉയരാൻ തുടങ്ങി. എന്തിനും ക്ഷമയോടെ കാത്തിരുന്നു. മണിക്കൂറിൽ 2 പിന്നിട്ടു. എൻ്റെ പേര് ഉറക്കെ വിളിച്ചു. ധൈര്യം സംഭരിച്ച് ഞാൻ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. ഡോറിൽ 1-2 തവണ മുട്ടിക്കൊണ്ട് പതിയെ തുറന്നു. യെസ് കമീൻ. എന്നെ കണ്ടതും കയറിയവരകത്തുനിന്ന് പെർമിഷൻ കിട്ടി. ഞാൻ ചെന്ന് സീറ്റിലിരിക്കാൻ അവർ ആവശ്യപ്പെട്ടു. കയ്യിലെ ഫയൽ വാങ്ങി സർട്ടിഫിക്കറ്റ്സും മറ്റും പരിശോധിച്ചു. നാട്ടിൽ ഞാൻ കുറച്ച് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അതെനിക്ക് ഗുണകരമായി. എല്ലാം നോക്കി കഴിഞ്ഞ ശേഷം 1-2 ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ട് ഫയൽ തിരിച്ചു തന്നു. അത് വാങ്ങി ഒരു ചിരിയും പാസ്സാക്കി ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ഡോർ തുറക്കാൻ വേണ്ടി കൈവച്ചപ്പോഴാണ് ഇന്റർവ്യൂ ചെയ്ത് സാറിൻ്റെ പുറകിൽ നിന്ന് വിളിക്കുന്നത്. അഫ്രാമാർ. ഞാൻ സാറിൻ്റെ നേരെ തിരിഞ്ഞു. യെസ്. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ സെലക്റ്റഡ്. കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ 1-2 നിമിഷം ഞാനങ്ങനെ അന്തിച്ച് നിന്നു. റിയലി? യെസ്. എൻ്റെ സന്തോഷം കണ്ടിട്ടാവണം സാറിൻ്റെ മുഖത്തും തെളിഞ്ഞ പുഞ്ചിരിയായിരുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. യു ആർ വെൽക്കം. പിന്നെ ഒരു ഓട്ടമായിരുന്നു ഉപ്പയുടെ അടുത്തേക്ക് ആ സന്തോഷ വാർത്ത പങ്കുവെക്കാൻ. പറഞ്ഞപ്പോൾ പക്ഷേ ആളുടെ മുഖത്ത് വലിയ തെളിച്ചൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഈ ജോലി കിട്ടില്ലെന്ന് തന്നെയാണ് ഇപ്പോൾ വിചാരിച്ചിരുന്നത്. പക്ഷേ എൻ്റെ അതിയായ മോഹം കൊണ്ട് ഞാൻ നേടിയെടുത്തു. ഹോട്ടലിൽ പോയി സാധനങ്ങളൊക്കെ എടുത്ത ശേഷം റൂം വെക്കേറ്റ് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു. പെട്ടെന്ന് തന്നെ മടങ്ങി വരണം. മുതിർന്നവർക്കൊട്ടും താല്പര്യമില്ലെങ്കിലും ഫ്രണ്ട്സും കസിൻസും ഒക്കെ കട്ട കൂടെ നിന്നു. നാട്ടിലെ പോലെ തുക്കടാച്ചി കോളത്തിലൊന്നും അവിടെ നടക്കാൻ പറ്റില്ലല്ലോ. സപ്പോർട്ട് ചെയ്ത് അവർ തന്നെ എനിക്ക് അത്യാവശ്യം ചിലവുള്ള വകുപ്പ് ഉണ്ടാക്കി തന്നു. പോകാനുള്ള എല്ലാം ഒരുങ്ങി. ഞാനും ആദ്യമായിട്ടാണ് വീട് അവരേക്ക് വിട്ടേക്കാൻ പോകുന്നത്. ആ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് മുമ്പിൽ അത് കാണിച്ചില്ല. ശുഭപ്രതീക്ഷയും നൽകി വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് ബാംഗ്ലൂരിലേക്ക്. റിൻഷ! ചിന്തകൾക്ക് കടിഞ്ഞാണില്ലാതെ ഏതോ മായാലോകത്ത് കൂടി അലഞ്ഞിരുന്നവൾ അയാളുടെ ആ ഒരൊറ്റ അലർച്ചയിൽ തന്നെ കിടുങ്ങിപ്പോയിരുന്നു. ഇരുന്നിടത്ത് ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഉപ്പയാണ്. ഉപ്പ, ഇന്നും കോളേജിൽ പോയില്ലേ നീ? ഇത് എത്രാമത്തെ ദിവസം? വല്ല ബോധമുണ്ടോ നിനക്ക്? എന്ത് കാര്യത്തിന് വേണ്ടി എങ്ങനെ ലീവ് എടുത്തിരുന്നത് ഇപ്പൊ അറിയണ എനിക്ക്. അയാളൊന്നാകെ ഉറഞ്ഞു തുള്ളി. ഉപ്പ, അത് എനിക്കൊട്ടും വയ്യ. ശരീരം തളരുന്ന പോലെ. ഉള്ളിൽ പനിയുണ്ടെന്ന് തോന്നുന്നു. ഒരു ഉന്മേഷമല്ല ഒന്നിനും. അയാളുടെ മുറുകിയ മുഖത്തിന് മുന്നിൽ ആദ്യമൊന്ന് പതിരെങ്കിലും പിന്നീട് അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. അത് കേട്ടതും ഒന്നുകൂടി അയാൾ അവൾക്കരികിലേക്ക് വന്നു. ആ നെറ്റിലും കഴുത്തിലൊക്കെ തിരിച്ചും മറിച്ചും കൈവച്ച് പരിശോധിച്ചു. ചെറിയ ചൂടുള്ള പോലെ തോന്നി അയാൾക്കും. എന്നിട്ടെന്താ ഈ തണുപ്പും കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്? ആ തേച്ചെന്ന് റെസ്റ്റ് എടുക്ക്, പോ. ഉപ്പ അവളെ നിർബന്ധിച്ച് ബെഡ്റൂമിലേക്ക് പറഞ്ഞയച്ചു. ഒരു പാവ കണക്കിന് അവളങ്ങനെ നടന്നു നീങ്ങി. മനസ്സ് മുഴുവൻ നേരത്തെ പറഞ്ഞിട്ട് ഷോക്കിംഗ് ന്യൂസിലായിരുന്നു. ആഷിയുടെ കാര്യങ്ങൾ അറിയാനാണ് തലേന്ന് രാത്രി ആദ്യം വിളിക്കുന്നത്. പക്ഷെ കോൾ എടുത്ത് ഷിയാബായിരുന്നു. ആഷിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചൊക്കെ ചോദിച്ച ശേഷം വെറുതെ ആദ്യം ഒന്ന് അന്വേഷിച്ചതാണ്. അപ്പോഴാണ് അവൻ കഴിഞ്ഞ ദിവസം അരങ്ങേറിയതൊക്കെ പറയുന്നത്. അല്ലെങ്കിലേ മനസ്സിൽ ശരിയല്ലാ നിൽക്കുന്ന റിൻഷ ഇതും കൂടി കേട്ടതോടെ ആകെ തളർന്നുപോയി. പക്ഷെ ഇപ്പോഴും അവൾ ആദ്യം തെറ്റ് ചെയ്തെന്ന് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. അതിനവൾക്ക് സാധിച്ചിട്ടില്ല. ഫെബി, റയാനും നജീബും കൂടെ 4ാം നിലയിൽ ലിഫ്റ്റ് കയറി. അവിടെ ഐസിയുവിന് മുമ്പിലിരിക്കായിരുന്നു ഉമ്മയും ഷിയാബും. അപ്പോഴാണ് അവർ 3 പേര് അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുന്നത്. പാട് വാടി തളർന്ന ഷിയാബിന്റെയും ഉമ്മയുടെയും കോലം കണ്ട് അവർ വല്ലാതായി. ഷിയാബ് ഇങ്ങോട്ട് വിളിച്ചപ്പോൾ പോലും ആഷിയെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കാതിരുന്നതിന് ഫെബിക്ക് നന്നായി ഖേദം തോന്നി. ആ, നിങ്ങളോ? നോട്ടമൊന്ന് മാറിയപ്പോൾ മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് ചോദിച്ചു ഷിഹാബ്. റയാൻ ഉമ്മയുടെയും ഷിഹാബിന്റെ അടുത്തായിരുന്നു. ഫെബി നജീബ് അവർക്ക് ഓപ്പോസിറ്റും. ആഷിക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ? അകത്തേക്ക് കയറി കാണാൻ പറ്റുമോ? ഭേദമുണ്ട്. നാളെ രാവിലെ ഡോക്ടർ വന്ന് നോക്കിയ ശേഷം ചിലപ്പോൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ കയറി കാണാത്താണ് ഉത്തമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നിങ്ങൾ വന്നല്ലേ, ഞാൻ നേഴ്സിനോട് സംസാരിക്കാം. വേണ്ട ഷിയാബ്ക്ക, അവനോട് കിടക്കട്ടെ. ആരും ചെന്ന് ഡിസ്റ്റർബ് ചെയ്യണ്ട. നാളെ വരെയല്ലേ, ഇൻഷാല്ലാ. അത് കഴിഞ്ഞ് കാണാലോ. റയാൻ പറഞ്ഞിരുന്ന നജീബും ഫെബിയും ശരിവെച്ചു. നീയും ഉമ്മയും പട്ടിണിയാണോ? എന്താ നിങ്ങളുടെ കോലൊക്കെ ഇങ്ങനെ? വിഷമം സഹിച്ചിരിക്കണ്ട, ഞങ്ങളിവിടെ ഉണ്ടാവും. പോയി ഫുഡ് കഴിച്ചിട്ട് പോവാ, അല്ലെങ്കിൽ ഞാൻ പോയി ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് വരണോ? ഫെബിയും ഉമ്മയെയും ഷിയാബിനെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടിട്ട് പിന്നെ എന്ത് കഴിച്ചിട്ടെന്താ? പൊന്നുപോലെ ഞാൻ നോക്കി എൻ്റെ 2 സഹോദരങ്ങളുടെ അവസ്ഥ ഇന്നെന്താ? എനിക്ക് സഹിക്കാൻ പറ്റുന്നതാണോ? ആഷിക്ക് പടച്ചം സഹിച്ച് ഭേദമായിട്ട് വരുന്നു. എന്നാൽ ആദ്യമോ പുറത്തെടുക്കാൻ കഴിയാത്തൊരു തെറ്റും ചെയ്ത് അവളെങ്ങോ പോയിരിക്കുന്നു. എന്ന് വെച്ച് ഉപേക്ഷിച്ച് കളയാൻ പറ്റുമോ? അത്രയ്ക്ക് സ്നേഹത്തോടെയാ ഞാൻ ഈ നെഞ്ചിലിട്ട് വളർത്തിയത്. ഏതോ ഈ പോലീസുകാരെ നേരത്തെ പറ്റിപ്പോയതായിരിക്കും അതിനൊരു തെറ്റ് എന്നെഴുതി ആശ്വസിക്കാൻ ഞാനിപ്പോ. പറഞ്ഞു നിർത്തി ഷിയാബ് ഒരു നെടുവീർപ്പിട്ടു. എല്ലാം കേട്ടുകൊണ്ട് ആർക്കും മുഖം കൊടുക്കാതെ ഫെബി നിലത്തേക്ക് നോക്കിയിരുന്നു. പറ്റുമെങ്കിൽ നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യൂ. കുറച്ച് സമയം ഇവിടെ നിന്ന് ഇരിക്കുമോ? പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. 24 മണിക്കൂറായി ആദ്യം കാണാതായിട്ട്. ഒരു പരാതി എഴുതി കൊടുക്കണം. ഷിയാബ് വേദനയോടെ പറഞ്ഞു. റയാൻ അവരുടെ കയ്യിൽ പിടുത്തമിട്ടു. ആൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ നിന്ന് ഒരുക്കുന്നെങ്കിൽ വേണ്ട, ഒരു പോലീസ് സ്റ്റേഷനിലും പോകണ്ട, ആള് സുരക്ഷിതയാ. റയാൻ പറയുന്നിട്ട് ഉമ്മയും ഷിയാബ് മുഖത്തോട് മുഖം നോക്കി. അതുപോലെ തന്നെ ഫെബിയും നജീബും. എന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഷിയാബ് ആശ്ചര്യത്തോടെ ചോദിച്ചു. അവൾ ഇന്നലെ എൻ്റെ കൂടെയായിരുന്നു.
താമസിക്കാനുള്ള സ്ഥലം ഞാൻ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. ആലോചനയുടെ ശിയാബ് മൂളുക മാത്രം ചെയ്തു. ഫെബിക്ക് കൂടുതൽ എന്തൊക്കെ അറിയണമെന്ന് തോന്നി. പലതും ചോദിക്കാൻ നാക്ക് ധരിച്ചെങ്കിലും ക്ഷമയോടെ ഇരുന്നു. റെയ്ഹാനെ കാതോർത്തു. അവന്റെ വായിൽ നിന്ന് ഇനിയും വല്ലതും വീഴുമെന്ന് പ്രതീക്ഷിച്ച്. അവള് വരും. നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വന്ന് തല ഉയർത്തി നിൽക്കുകയും ചെയ്യും. തെളിവെന്ന് പറയുന്ന ഒരേ ഒരാളാണല്ലോ ഒന്നിനും വയ്യാതെ അകത്ത് കിടക്കുന്നത്. അവനൊന്ന് എണീറ്റോട്ടെ. അതോടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടെ പരിഹാരമാവും. റെയ്ഹാന്റെ ദൃഢമായ വാക്കുകൾക്ക് മുമ്പിൽ എല്ലാവരുടെയും മനസ്സൊന്ന് ശാന്തമാകുകയായിരുന്നു. അവൻ പറഞ്ഞ പോലെ തന്നെ അവൾ തെറ്റുകാരി അല്ലാതിരിക്കട്ടെ എന്ന് ഓരോരുത്തരും ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചു. ഉണരൂ ഉപഭോക്താവേ, ഉണരൂ. കുറെ സമയമായി ചിന്തയിലാണ്ട് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന അഫ്രയെ നോക്കി പറഞ്ഞു ആദി. ഒരു ദീർഘനിശ്വാസത്തോടെ ആദിയിലേക്ക് തിരിഞ്ഞുകൊണ്ട് വീണ്ടും പറഞ്ഞു തുടങ്ങി. അവിടെ എത്തിയിട്ടുള്ള ദിനങ്ങളൊക്കെ ഞാൻ വിചാരിച്ചതിനേക്കാൾ മനോഹരമായിരുന്നു. ആരും നിയന്ത്രിക്കാനില്ലാതെ ഫ്രണ്ട്സിനോടൊപ്പമുള്ള കറക്കും. അതൊരു രാവും പകലും വ്യത്യാസമില്ലാതെ. പക്ഷെ പടച്ചോനെയും ഉമ്മയും ഉപ്പയും മറന്ന് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എന്നിരുന്നാലും തനി നാട്ടിൻപുറത്തുകാരിന്ന് ഞാൻ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ മാറ്റി കുറച്ച് ഫ്രീക്കത്തിയായി. സമയങ്ങളും ചായങ്ങളൊന്നും ഉപയോഗിക്കാത്ത ഞാൻ പിന്നെ അതൊക്കെ അഡിക്റ്റായി മാറി. ഇടയ്ക്ക് വീട്ടിൽ വരുമ്പോൾ ആദ്യക്കുമ്പോൾ വഴക്കുറിയായിരുന്നു. കാര്യമില്ലെന്ന് തോന്നിയിട്ടാവും പിന്നെ അതും നിർത്തി. എന്നാലും ഉപദേശം മുറ പോലെ വരുമായിരുന്നു. 3-4 മാസങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞു. വീട്ടിലെ ബുദ്ധിമുട്ടുകൾ അത്യാവശ്യം മാറി തുടങ്ങി. ജോലിയും ബാക്കി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. MDക്ക് എന്തോ എന്നോട് വലിയ ഇഷ്ടമായിരുന്നു, ഒരു മകളെ പോലെ. ആയിടൊക്കെ പനിയായിട്ട് ഞാൻ 1-2 ദിവസം ലീവ് എടുത്ത് റൂമിൽ തന്നെ ഇരുന്നു. പിന്നെ ഓഫീസിലേക്ക് തിരിച്ചു വന്നപ്പോൾ അതേ എൻ്റെ വിശേഷങ്ങൾ അറിയാനായി ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. ഞാൻ ചെന്ന് കുറച്ച് നേരം സംസാരിച്ചു. തിരികെ ഇറങ്ങാനായി ചെയറിൽ നിന്ന് എഴുന്നേറ്റപ്പോഴാണ് ആ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഖാലിദ്, ഇതാ ഞാൻ പറഞ്ഞ ആള്. വെരി സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ്. ആ ക്യാബിനുള്ളിൽ തന്നെ കർട്ടൻ കൊണ്ട് മറിച്ച ചെറിയൊരു ഭാഗം ഉണ്ടായിരുന്നു. അതിനകത്ത് അങ്ങനെ ഒരാളുണ്ടെന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഓഫീസ് ചെയറിൽ നിന്ന് അവൾ കർട്ടൻ നീക്കിയൊന്ന് തിരിഞ്ഞു. പൊന്നോ, ലെവൻ ആരുടെ ജാതി ലുക്ക്! കണ്ണു തള്ളിപ്പോവൻ്റെ. ഇനി ഇത് സാറിന്റെ മോനെങ്ങാനുമാണോ? കെട്ടിച്ചു തരൂ ചോദിച്ചാലോ? ആ ഒരു നിമിഷം കൊണ്ട് തന്നെ എന്റെ ചിന്തകൾ പല വഴിക്ക് പാഞ്ഞു. അഫ്ര, അടങ്ങ് അടങ്ങ് അടങ്ങ്, ഇത് നിങ്ങളുടെ ഫസ്റ്റ് മീറ്റാ, പറയിപ്പിക്കല്ലേ പെണ്ണെ എന്ന് മനസ്സിൽ നിന്ന് ആരോ അലേർട്ട് തന്നതോടെ വെള്ളമറക്കൽ നിർത്തി തൽക്കാലം ഞാൻ ഡീസൻ്റായി. നല്ലൊരു ചിരി അങ്ങോട്ട് കാച്ചി കൊടുത്തു. എന്നെ ഇന്നുവരെ പരിചയമില്ലാത്ത ജാടയൊന്നും അവനും കാണിച്ചില്ല. ഞാൻ കൊടുത്ത അതേ രീതിയിലുള്ള പുഞ്ചിരി തിരിച്ചും സമ്മാനിച്ചു. ഒരു വാക്ക് പോലും സംസാരിച്ചില്ലെങ്കിലും അവനെക്കുറിച്ചൊരു ഗുഡ് ഇമേജ് എൻ്റെ മനസ്സിൽ വന്നു കഴിഞ്ഞിരുന്നു. അതിനോടകം സാറിനോട് പറഞ്ഞ് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നപ്പോഴും എൻ്റെ ചുണ്ടിലൊരു തെളിഞ്ഞ പുഞ്ചിരി അങ്ങനെ മായാതെ കിടപ്പുണ്ടായിരുന്നു. അതെന്തിനായിരുന്നു? അവനെ ഓർത്തിട്ടായിരുന്നു, അറിയില്ല. ദിവസങ്ങൾ 2 പിന്നെയും കടന്നുപോയി. അന്ന് കിടക്കാൻ ചെന്നപ്പോഴാണ് ഇൻസ്റ്റയിൽ ഒരു റിക്വസ്റ്റ് വന്ന് കിടക്കുന്നത് കാണുന്നത്. ആരാണെന്നറിയാൻ വെറുതെ ഞാൻ തുറന്നു നോക്കിയതാ. ദേ നമ്മുടെ മൊഞ്ചൻ. ആദ്യ കാഴ്ചയിൽ തന്നെ മനം കവർന്നവനല്ലേ, തിരിച്ച് ഫോളോ ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ തന്നെ അവന്റെ പുറകെ കൂടി. ചാറ്റിംഗ് ആരംഭിച്ചവൻ ഖാലിദായിരുന്നു. കഴിഞ്ഞ ദിവസം ഓഫീസിൽ വെച്ച് കണ്ട ആളല്ലേ എന്ന് ചോദിച്ചായിരുന്നു സംസാരത്തിന്റെ തുടക്കം. പിന്നെ പരസ്പരം വിശേഷങ്ങൾ ഓരോന്നും പങ്കുവെക്കലായി. ഇൻസ്റ്റയിൽ നിന്നും ചാറ്റിംഗ് വാട്സാപ്പിലേക്കും അത് പിന്നെ നീണ്ട കോളുകളിലേക്കും വഴിമാറി. നേരം വെളുക്കുന്നോ ഇരുട്ടുന്നോ ഞാൻ ജീവിക്കുന്നു എന്നിന് എൻ്റെ ഓരോ ശ്വാസോച്ഛ്വാസം പോലും അവന് വേണ്ടി മാത്രമുള്ളതാണെന്ന് തോന്നിയിരുന്നു എനിക്ക്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയി ഞാൻ. അല്ലെങ്കിൽ അവനെന്നെ കൊണ്ടെത്തിച്ചു എന്ന് പറയുന്നതാവും ശരി. അവൻ ആരാണെന്നോ അവൻ്റെ ഡീറ്റെയിൽസോ ഒന്നും പുറത്തുവിടരുതെന്ന് തന്നെ പ്രത്യേക ഓർമ്മപ്പെടുത്തുമായിരുന്നു ഇടയ്ക്കിടെ. ബിസിനസ് രംഗത്തെ ശത്രുക്കളാണ് അധികമെന്നും അത് നിന്നെ കാര്യമായിട്ട് ബാധിക്കുമെന്നൊക്കെയായിരുന്നു കാരണം പറഞ്ഞ്. ഭ്രാന്തമായി അവനെ സ്നേഹിച്ച ഞാൻ മുന്നും പിന്നും ആലോചിക്കാതെ അവൻ പറയുന്ന ഓരോ കാര്യങ്ങളും അന്ധമായി വിശ്വസിച്ചു. പക്ഷെ അവൻ്റെ ഉള്ളു മുഴുവൻ നീചമായിരുന്നു, ചതിയനായിരുന്നു. അത്രയും ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ചപ്പോഴൊരിക്കൽ പോലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അവൻ കൊണ്ടുനടക്കുന്ന സ്ത്രീകളെ ഒരുവളായിട്ട് മാത്രമാണ് എന്നെയും കാണുന്നതെന്ന്. ഞാൻ അവന് വെറും ഒരു നേരം പോക്കാണെന്ന്. അത്രയ്ക്ക് പെർഫെക്റ്റ് പെരുമാറ്റമായിരുന്നു. ആ സ്വഭാവത്തോടെ എനിക്ക് പലപ്പോഴും ബഹുമാനം തോന്നിപ്പോവായിരുന്നു. അതുതന്നെയായിരുന്നു അവൻ്റെ വിജയം. അതിനിടയ്ക്ക് അവൻ ബാംഗ്ലൂർ വിട്ട് പല സ്ഥലങ്ങളിലും പോയി. എവിടെയായിരുന്നാലും മറക്കാതെ എനിക്ക് വിളിക്കുകയായിരുന്നു. ഏത് തിരക്കിനുള്ളിൽ നിന്നും ഒരു മെസ്സേജെങ്കിലും വരുമായിരുന്നു. അപ്പോഴേക്കും ഞാൻ അനുഭവിച്ച ഒരു സന്തോഷം, മനസ്സുഖം, അത് എത്രയാണെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. നമ്മൾ സ്നേഹിക്കുന്ന അത്രയും പ്രിയപ്പെട്ട ഒരാളിൽ നിന്ന് ആഗ്രഹിക്കുന്ന പോലൊരു കെയറും ലവും തിരിച്ചു കിട്ടുമ്പോൾ അതിനേക്കാൾ വലുതായിട്ട് മറ്റെന്താ ഉള്ളത് ഈ ലോകത്ത്? എൻ്റെ ജീവിതത്തിൽ അത്രയും മനോഹരമായ ഒരു കാലഘട്ടത്തിന് മുമ്പ് ഉണ്ടായിട്ടില്ല. എന്ന് വിളിക്കുന്ന പോലെ അന്ന് രാത്രിയും ഖാലിദ് തന്നെ വിളിച്ചു. നാളെ സിംഗപ്പൂർ പോവുകയാണെന്നും പോയാൽ പിന്നെ 3 മാസം കഴിയാതെ തിരിച്ചു വരില്ലെന്നും പറഞ്ഞ് അവൻ വിഷമിച്ചു. അത്രയും ദിവസം ഇങ്ങനെ കാണാതിരിക്കുന്നതായിരുന്നു അവൻ്റെ ചോദ്യം. എൻ്റെ ചിന്തയെ അത് തന്നെയായിരുന്നു. പ്രണയിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒരാഴ്ചയിലധികം ഞങ്ങൾ കാണാതിരുന്നിട്ടില്ല. കുറച്ച് സമയത്തേക്ക് ഇരുഭാഗത്തും അവനും തളം കെട്ടി കിടന്നു. ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്ത് നിനക്കൊന്നും ഇവിടെ വരാൻ പറ്റും നാളെ? എനിക്ക് വർക്കുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് എന്തായാലും എത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അവൻ ചോദിച്ചപ്പോൾ പോകാമെന്ന് ഞാനും കരുതി. കാരണം അടുത്തെങ്ങും ഇനിയൊരു കൂടിക്കാഴ്ച സാധ്യമല്ല. ഞാൻ അപ്പോൾ തന്നെ സമ്മതം കൊടുത്തു. ഒന്ന് കാണണം, സംസാരിക്കണമെന്നേ കരുതിയുള്ളൂ. അപ്പോൾ തന്നെ ഹാഫ് ഡേ ലീവിന് അപേക്ഷിച്ച് ഞാൻ. പിറ്റേന്ന് പറഞ്ഞ പോലെ ഉച്ചയായപ്പോൾ ഇറങ്ങി. അവനെ ഓർത്തപ്പോൾ ഫുഡൊന്നും വേണമെന്നേ ഇല്ല. ഓട്ടോ പിടിച്ചു. 20 മിനിറ്റ് കാലി താമസിക്കുന്ന ഹോട്ടൽ മുമ്പിലെത്തി.
അതിൽ നിന്നിറങ്ങുമ്പോൾ മിഴികൾ കൊണ്ട് ആ ബിൽഡിങ്ങിന്റെ ഉയരമം നടന്നു. പൈസ കൊടുത്ത് ഓട്ടോ വിട്ടതിന് ശേഷം കാലിദിനായി എന്റെ കണ്ണുകൾ ചുറ്റിലും പരതി. അവിടെയും അവനിൽ നിന്ന് മനസ്സിലായതും ഫോൺ എടുത്ത് അവന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. എവിടെ നിങ്ങൾ? ഞാൻ അതേ ഹോട്ടലിൽ വിളിക്കുന്നു. ലിഫ്റ്റിൽ കയറിക്കോ, റൂം നമ്പർ 416. റൂമിലേക്കോ? ഞാനില്ല. കൊല്ലാനല്ല, സ്നേഹിക്കാനാ. ധൈര്യമായിട്ട് കയറിക്കോ. ആ പറഞ്ഞതിന്റെ പൊരുൾ ഒരു വട്ടം പോലും ആലോചിക്കാതെ ഞാൻ റിസപ്ഷനിലേക്ക് ചെന്നു. റൂം നമ്പർ 416. അഫ്രാമാൽ? ഞാൻ ചോദിച്ചു. അവിടെ ഉണ്ടായിരുന്ന പയ്യനോട് തിരിച്ചും ചോദിച്ചു. അതെ, എന്നെ എങ്ങനെ അറിയാം? കാലി സാർ പറഞ്ഞിരുന്നു ഫിയാൻസി വരുന്നു. ആളിവിടെ ഇടയ്ക്കിടയ്ക്ക് റൂം എടുക്കുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. ചെന്നോളൂ, സാറ് മുകളിലുണ്ട്. അവൻ ചിരിച്ചു. ഞാനും. ആളുകൾ തിരിഞ്ഞ് റൂമിലേക്ക് ലിഫ്റ്റ് കയറി. 416 ഫ്രണ്ടിൽ ചെന്ന് കോളിംഗ് ബെൽ അമർത്തി. നിമിഷങ്ങൾക്കുള്ളിൽ വാതിൽ തുറന്നു. അവനോടൊപ്പം ഞാനും അകത്തേക്ക് കയറി. ഞാൻ ബെഡിലേക്കും അവൻ ഓഫീസ് ചെയറിലേക്കും ഇരുന്ന് സംസാരം തുടങ്ങി. കുറച്ചു നേരം പിന്നിട്ടപ്പോൾ തന്നെ അവൻ എൻ്റെ അരികിലേക്ക് സ്ഥാനം മാറ്റിയിരുന്നു. പതിയെ എൻ്റെ കരങ്ങൾ കവർന്നെടുത്തു. കണ്ണുകളിലേക്ക് നോക്കി പുറം കൈയിൽ മാറി മാറി മുത്തമിട്ടപ്പോൾ ഒരു തവണയിലേ നേരിട്ട് ഞാൻ അവനെ എതിർത്തില്ല. അതൊരു സമ്മതമായി കണ്ടവൻ പിന്നെ ആവർത്തിച്ചപ്പോൾ കൂർത്തിന് നോട്ടത്തോടെ ഞാൻ എൻ്റെ കൈകൾ പിൻവലിച്ചു. എന്നാലും ഞാനല്ലേ നിന്നെ സ്വന്തമാക്കുന്നത്, പിന്നെന്താ പ്രശ്നം? അയ്യടി, അതൊക്കെ ഇപ്പൊ പൂതി മോഹൻതാരം മനസ്സിൽ നിന്ന് മാറ്റിയേക്ക്. അവന്റെ തീവ്രമായ നോട്ടം എന്റെ മിഴികളിൽ മാത്രം നിറഞ്ഞു നിന്നപ്പോൾ അത് പ്രണയമാണെന്ന് ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. ഇനി ഇവിടെ നിന്നാലേ ഞാൻ പണി വാങ്ങിക്കൂട്ടും, അതുകൊണ്ട് മെല്ലെ വിടട്ടെ. പോയി വന്നിട്ട് കാണാം ഇനി. ഓക്കെ. അതിനു മുന്നേ ഞാനൊരു പ്രത്യേക ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് നിനക്ക്. അതും പറഞ്ഞവൻ എഴുന്നേറ്റ് വാർഡ്രോബിന് നേരെ നടന്നു. ഗിഫ്റ്റ് എന്താണെന്നറിയാൻ ആകാംക്ഷയോടെ ഞാനും ആ ഭാഗത്തേക്ക് തന്നെ നോക്കി നിന്നു. വാർഡ്രോബ് തുറന്നവൻ എന്തോ ചെയ്യുന്നുണ്ട്. പുറംതിരിഞ്ഞു നിൽക്കുന്നതിനോട് സംഗതി എന്താണെന്ന് മനസ്സിലായില്ല. നിമിഷങ്ങൾക്കുള്ളിൽ അവൻ എൻ്റെ അരികിലേക്ക് തന്നെ വന്നു. ഇതൊന്ന് മണത്തോക്ക്. എന്ത് എന്ന് ഞാൻ ചോദിച്ചു തീരുന്ന മുന്നേ 3 വിരലുകൾ ചേർത്ത് വെച്ച് അവൻ എൻ്റെ നാസിക തുമ്പിലേക്ക് അടുപ്പിച്ചിരുന്നു. ഞാനത് ആഞ്ഞു വലിക്കുകയും ചെയ്തു. 1-2 മിനിറ്റ് പിന്നിട്ട് കാണും. തല പെരുത്തേറാൻ തുടങ്ങി എനിക്ക്. കണ്ണുകൾ നേരെ നിൽക്കുന്നില്ല. തുറന്നു പിടിക്കാൻ ശ്രമിക്കുന്നവരും കൂമ്പി അടഞ്ഞു പോകുന്നവർ. കാലുകൾ നിലത്തുറക്കാതെ ഞാൻ അവൻ്റെ കൈകളിലേക്ക് കുഴഞ്ഞു വീണു. ഖാലിദ്, എനിക്ക് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട്. നാവ് വഴങ്ങുന്നില്ല. പാതി ബോധത്തോടെ അവൻ്റെ ശരീരത്തോട് ചേർന്ന് ഞാനങ്ങനെ കിടന്നു. ഐ ആം സോറി ഡിയർ. നല്ല രീതിയിൽ നീ എനിക്ക് വഴങ്ങില്ല. ആദ്യം തന്നെ ഞാനത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വളഞ്ഞ വഴി സ്വീകരിക്കേണ്ടി വന്നു. കാത്തിരിക്കായിരുന്നു ഈ ഒരു നിമിഷത്തിന് വേണ്ടി, നിന്റെ ശരീരം ഒന്ന് ആസ്വദിക്കുന്നതിന് വേണ്ടി. ഇത്രത്തോളം എൻ്റെ ക്ഷമളന്നൊരു മറ്റൊരു പെണ്ണുണ്ടായിട്ടില്ല. ആഗ്രഹിച്ചത് പണറിഞ്ഞ് നേടിയെടുത്ത ശീലം എനിക്കുള്ളൂ. പക്ഷെ നീ അതിനും സമ്മതിക്കില്ലല്ലോ. സോ ഇനിയും വയ്യെനിക്ക് പറഞ്ഞുകൊണ്ട് അവനോട് അത്തരങ്ങൾ കവർന്നെടുത്തു. എത്രയോ വട്ടം തന്നെ ആകർഷിച്ച അവളുടെ ചെഞ്ചുണ്ടുകൾ മതി വരുവോളം നുകർന്നുകൊണ്ടിരുന്നു. ശേഷം അവളെ കൈകളിൽ കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തി. അവന്റെ ആവശ്യ പൂർത്തീകരണത്തിന് തടസ്സമായ അവളുടെ ശരീരത്തിൽ കിടന്നിരുന്ന ഓരോ വസ്ത്രങ്ങളും അഴിച്ചു മാറ്റി. ഉള്ളാരെല്ലാം അറിയുന്നുണ്ടെങ്കിലും ഒന്ന് എതിർക്കാൻ പോലും കഴിയാതെ ഒരു പാവ കണക്കിന് അങ്ങനെ കിടന്നുകൊടുക്കേണ്ടി വന്നു അവൾക്ക്. കവിളിനെയും മനസ്സിനെയും ചുട്ടുപൊള്ളിച്ചുകൊണ്ട് കണ്ണുനീർ ധാരയായി ചാരിട്ടൊഴുകി. ഒരുവൻ തന്റെ ശരീരം കീഴ്പ്പെടുത്താൻ പോകുന്നു എന്നതിലുപരി അത്രമേൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഒരാളിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ ഇതുപോലൊരു ചതിയുണ്ടായതിന് അവളുടെ ശരീരം ആവോളം അവൻ ആസ്വദിച്ചു. ഷർട്ടിന്റെ ബട്ടണുകൾ ഓരോന്നായി അഴിച്ചു മാറ്റുമ്പോൾ കണ്ണുകൾ കൊണ്ട് ഓരോ ഭാഗവും ഒപ്പിയെടുത്തു. സകല നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയ അവൻ അവളുടെ മേനിയിലേക്ക് പടർന്നു കയറി. അവൾ പൂർണ്ണമായും അബോധാവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. പിന്നീട് എപ്പോഴാണെന്നറിയില്ല, മുഖത്തേക്ക് വെള്ളത്തുള്ളികൾ വന്ന് വീഴുമ്പോഴാണ് ഞാൻ കണ്ണുകൾ വലിച്ച് തുറക്കുന്നത്. തലയുടെ പെരുപ്പപ്പോഴും മാറിയിട്ടില്ലായിരുന്നു. വെട്ടിപ്പിളരുന്ന പോലെ ഇരു കൈകൾ കൊണ്ടും തലയിൽ അമർത്തി പിടിച്ച് മുന്നിലേക്ക് നോക്കുമ്പോൾ പരിചയമില്ലാത്തൊരാൺരൂപം. അത് റെയ്ഹാനായിരുന്നു. അല്പനേരം അവനെ തന്നെ പകച്ചു നോക്കി. കഴിഞ്ഞുപോയ നിമിഷങ്ങൾ ഓർത്തെടുക്കാൻ കുറച്ചധികം സമയം തന്നെ വേണ്ടി വന്നു. എന്തൊക്കെയോ ഉള്ളിൽ മിന്നിമാഞ്ഞതും പെട്ടെന്ന് ഞാൻ എൻ്റെ നോട്ടം ശരീരത്തിലേക്ക് മാറ്റി. കഴുത്തിന് താഴേക്ക് മുഴുവനായി പുതപ്പുകൊണ്ട് മറച്ചിട്ടുണ്ട്. എങ്കിലും അപ്പോഴും ശരീരത്തിൽ വസ്ത്രങ്ങളില്ലായിരുന്നു. റെയ്ഹാനെ നോക്കി അലമുറയിട്ട് കരഞ്ഞു ഞാൻ. കാലിത് ഉപയോഗിച്ച ശേഷം അവന്റെ സുഹൃത്തിനും കൂടി എൻ്റെ ശരീരം പങ്കിട്ടു കൊടുത്തു എന്നായിരുന്നു ഞാനപ്പോൾ കരുതിയിരുന്നു. ഞാനല്ല, എനിക്കൊന്നും അറിയില്ല. അവനാ, കാലിതാ. എന്നെ ഒന്ന് വിശ്വസിക്കുക പ്ലീസ്. അവന്റെ ദയനീയതയുടെ സ്വരം തിരിച്ചറിയാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാനപ്പോൾ. എല്ലാം നഷ്ടപ്പെട്ട വേദനയിൽ ഹൃദയം പൊട്ടുകയായിരുന്നു. കാലിത് ചതിച്ച് വിശ്വസിക്കാൻ കഴിയാതെ ഉള്ളു പൊള്ളുകയായിരുന്നു. എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. മുടിയിൽ പിച്ചിക്കൊണ്ടൊരു ഭ്രാന്തിയെ പോലെ ഞാൻ അലറി വിളിച്ചു. നീയാ എന്നെ ഉപദ്രവിച്ച് വിടില്ല, കൊല്ലണം, നിന്റെ കൈകാലുകൾ പറിച്ചെറിയണം, വാ എന്റെ അടുത്തേക്ക്. വല്ലാത്തൊരാവേശത്തോടെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. കൈകാലുകൾ ബെഡിലടിച്ച് ഉറക്കി ആർത്തു വിളിക്കാൻ തുടങ്ങി. അതിനിടയിൽ എൻ്റെ ശരീരം മറച്ച പുതപ്പ് ഊർന്നു വീഴുന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. റെയ്ഹാൻ പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞു. ഒരു നിമിഷം ചിന്തിച്ചിരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി കഥകടച്ചു. എന്നിട്ടും സമനില വീണ്ടെടുക്കാൻ കഴിയാതെ ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. ഭ്രാന്ത് പുലമ്പി ഉറക്കി അലറി. എനിക്കെന്നെ ഓർമ്മയില്ല. ഒടുക്കം ബോധം നശിച്ച് വീഴുകയായിരുന്നു. പിന്നീട് കണ്ണുറക്കുമ്പോൾ ഹോസ്പിറ്റലാണ്. അരികെ ഉമ്മയും ഉപ്പയും എന്നേക്കാൾ വേദന നിൽക്കുന്നു. 3 പേരുടെയും മിഴികളിൽ നിന്നും ഒരുപോലെ മിഴിനീര് ചാരിട്ടൊഴുകി.
ആരും ഭവനം ഭേദിച്ചൊന്നും മിണ്ടിയില്ല. പല ഡോക്ടേഴ്സും വന്നു, എല്ലാ ടെസ്റ്റുകളും ചെയ്തു. വൈദ്യപരിശോധനയുടെ റിസൾട്ടിൽ പീഡിപ്പിക്കപ്പെട്ടില്ലെന്ന് തെളിഞ്ഞിട്ടും റിയാനോടും കാലത്തിനോട് എനിക്ക് അടങ്ങാത്ത പകയായിരുന്നു. പണം കൊടുത്തവൻ ഡോക്ടേഴ്സിനെ കൊണ്ട് റിസൾട്ട് മാറ്റിയെഴുതിച്ചാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. മാനസികവും ശാരീരികവുമായ ആരോഗ്യനില മെച്ചപ്പെടാൻ ദിവസങ്ങൾ വേണ്ടി വന്നു. ഏറെ സ്വപ്നം കണ്ട് നേടിയെടുത്ത് എൻ്റെ ജോലി പോയി. അല്ലെങ്കിലും പിന്നീട് അങ്ങോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം ഓഫീസ് മുഴുവൻ എനിക്ക് സംഭവിച്ച ട്രാജഡി പാട്ടായിരുന്നു. റിയാനും മിക്ക ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ മുമ്പിലേക്ക് അവൻ വന്നില്ലായിരുന്നു. എനിക്ക് കാണാനും താല്പര്യമില്ലായിരുന്നു. ഡിസ്ചാർജ് ആയ ശേഷം തങ്ങളുടെ കൂടെ തന്നെ അവർ നാട്ടിലേക്ക് വരുന്ന വാശി പിടിച്ചു. അപ്പോഴും അവൻ തെറ്റുകാരനായിരുന്നായിരുന്നു എൻ്റെ മനസ്സിൽ. എൻ്റെ ഒരു നോട്ടിൽ തന്നെ അവൻ എരിച്ചു കളയാനുള്ള ശക്തി ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ ഊരിപ്പോകാനുള്ള ഒരു പഴുതുമില്ല. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് നാട്ടിലെത്തി. ഞാനും വീട്ടുകാരും ചേർന്ന് അവനും കാലിദിനെതിരെ കേസ് ഫയൽ ചെയ്തു. കാലിദിൻ്റെ പൊടി പോലും കാണാനില്ലായിരുന്നു. ഏതോ രാജ്യത്തേക്ക് ഫ്ലൈറ്റ് കയറി അവൻ. വിശദമായ ചോദ്യം ചെയ്യലിനായി റിയാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നാട്ടിലും വീട്ടിലും അവൻ കുറ്റക്കാരനായി. ഫെബിക്ക് അവന് വേണ്ടി കളത്തിലിറങ്ങി വക്കീലിനെ വെച്ചു. അവനെ ജാമ്യത്തിലിറക്കി. പക്ഷേ കേസ് മുന്നോട്ട് പോയി. നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായപ്പോൾ റിയാൻ ബാംഗ്ലൂരിലേക്ക് തന്നെ മടങ്ങി. ആദ്യം എന്തിനേതിനും ഞങ്ങളോടൊപ്പം നിന്ന ബന്ധുക്കൾ ഓരോരുത്തരായി കേസിന്റെ കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു തുടങ്ങി. പണം വേണം, സംസാരിക്കാൻ ആള് വേണം, വക്കീൽ വിളിക്കുമ്പോൾ കോടതിയിൽ ഹാജരാവണം. എല്ലായ്പ്പോഴും ഇതിനൊക്കെ ആർക്ക് പറ്റും? അവരവരുടേതായ തിരക്കുകളെല്ലാവരും കാണില്ലേ? അങ്ങനെ കേസ് ഒത്തുതീർപ്പിന് വെച്ചു. അർഹമായ നീതി കിട്ടാതെ കേസ് തേഞ്ഞുവാഞ്ഞു പോവുകയാണെന്ന് തോന്നിയപ്പോൾ എനിക്ക് പിന്നെയും പക കൂടി റിഹാനോട്. അവന് പിന്നിൽ സഹായത്തിനായി കാലിത്തുണ്ടെന്നാണ് അപ്പോഴും എൻ്റെ ധാരണ. നഷ്ടപരിഹാരമായിട്ട് 50 ലക്ഷം ആവശ്യപ്പെട്ടു ഞാൻ. അല്ലെങ്കിൽ റിഹാൻ അകത്തിരുന്നു. തീരുമാനം അടുത്ത സീറ്റിങ്ങിലേക്ക് മാറ്റിവെച്ചു. ഫെബിക്ക് ഇതിൽ ഇടപെട്ടുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങൾ ഇക്കാൻ്റെ തലയിലുമായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പാവം. അടുത്ത സിറ്റിങ്ങിന് എനിക്ക് പോകാൻ സാധിച്ചില്ല. ജയിലിൽ കിടക്കാനോ അത്രയും ഭീമമായ തുക എനിക്ക് തരാനോ റിയാനെ കൊണ്ട് കഴിയില്ലെന്ന് അവൻ തീർത്തു പറഞ്ഞോടെ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തായിട്ട് നിനക്ക് അവളെ സ്വീകരിക്കാൻ പറ്റുമെന്ന് എൻ്റെ ഉപ്പ ചോദിച്ചു. അതവൻ സമ്മതിക്കുകയും ചെയ്തു. ആ തീരുമാനമായിട്ടായിരുന്നു ഉമ്മയപ്പയെന്ന് തിരികെ വന്ന്. രണ്ടാമത് എൻ്റെ സമനില തെറ്റിപ്പോയെന്ന് തോന്നി അത് കേട്ടപ്പോൾ. ഇതിൻ്റെ പേരിൽ ജീവിതാവസാനം വരെ കല്യാണം നടന്നില്ലെങ്കിലും അവൻ എനിക്ക് വേണ്ടെന്ന് ഞാൻ ഉറച്ചു പറഞ്ഞു. ഒന്നടങ്ങിയ കുടുംബം മുഴുവൻ അതോടെ എൻ്റെ നേർക്ക് തിരിഞ്ഞു. അവൻ സമ്മതം പറഞ്ഞപ്പോൾ നിനക്കാണോ പ്രശ്നം എന്ന് ചോദിച്ച് പുകിലായിരുന്നു ഇവിടെ. പോരാത്തിന് ആർക്കും ഇഷ്ടമില്ലാതെ ബാംഗ്ലൂരിലേക്ക് പോയതിന് വേറെയും കുറ്റങ്ങൾ മുഴുവൻ എനിക്കായി. ആരും എന്നെ മനസ്സിലാക്കാനെന്ന് തോന്നിയപ്പോൾ പ്രതികരണം നിർത്തി ഞാൻ അടങ്ങി. നിങ്ങളുടെ കല്യാണം ആയതുകൊണ്ട് ഫെബിക്കാക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞൊന്ന് ഫ്രീ ആവുകയും വേണമായിരുന്നു. ഞാൻ സമ്മതം പറയാതെ തന്നെ വീട്ടുകാരും റീഹാനും ഒത്തുതീർപ്പിലെത്തി. ഒട്ടും സ്നേഹവും വിശ്വാസമില്ലാത്ത ഞാൻ അങ്ങേയറ്റം വെറുക്കുന്ന ഒരാളുടെ കൂടെ എങ്ങനെ ജീവിക്കും? എനിക്കറിയില്ലായിരുന്നു. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാൻ നേരിട്ട് ഞാനും മുന്നോട്ട് പോയി. നിരപരാധിത്വം തെളിയിക്കാൻ റീഹാൻ എന്നെ പലതവണ വിളിച്ചു, മെസ്സേജ് അയച്ചു. അവൻ തെറ്റിയതില്ലെന്നും സംശയാസ്പദമായി കാലിദിനെ കണ്ടപ്പോൾ അവനെ പിന്തുടർന്ന് വന്നാണെന്നും എന്നെ രക്ഷിച്ചിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവനെങ്ങനെ ആ റൂമിനകത്തേക്ക് കയറിയെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതേക്കുറിച്ച് ആരോടും ചോദിച്ചിട്ടില്ല. ഇവിടെ എല്ലാവർക്കും അവന് ഇഷ്ടമാണ്, വിശ്വാസമാണ്. എനിക്കായിരുന്നു കടുത്ത ദേഷ്യം. ഞാനൊരു മറുപടിയും കൊടുത്തില്ലെങ്കിലും സ്ഥിരമായിട്ട് എല്ലാ കാര്യങ്ങളും എന്നോട് പറയായിരുന്നു അവൻ. ആ കൂട്ടത്തിലാണ് കാലിദ് അവൻ്റെ ബന്ധുവാണെന്നും അവൻ തിരിച്ചെത്തിയെന്നൊക്കെ പറയുന്നത്. കാലിദിനെതിരെയുള്ള പോരാട്ടം പിന്നീട് നടത്തിയ റീഹാനായിരുന്നു. കിട്ടില്ല, അവൻ അങ്ങനെയൊന്നും ആർക്കും പിടിതരില്ല. തോറ്റുപോകുകയുള്ളൂ നമ്മൾ. അങ്ങനെയുള്ളൊരു കാട്ടാള ജന്മ അത്. കാലിദിനോട് റീഹാൻ ഏറ്റുമുട്ടൽ തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോഴാണ് അവരോട് എനിക്ക് കുറച്ചൊരു വിശ്വാസം തോന്നി തുടങ്ങിയത്. പിന്നെ ഘട്ടങ്ങളായി എൻ്റെ മനസ്സ് അയഞ്ഞയഞ്ഞ് വരികയായിരുന്നു. ഇപ്പം ഇഷ്ടമാണ്. നിന്നെ രക്ഷിച്ച് ഇവിടെ നിർത്തി സംരക്ഷണം തന്നോടെ കുറച്ച് ബഹുമാനം തോന്നുന്നു. പക്ഷേ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.